ഹായ്, നമുക്കിന്ന് ഒരു ചിക്കൻ കൊണ്ട് ഒരു കോഫ്ത എന്നറിയപ്പെടുന്ന ഒരു കറി ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പമാണ്, എന്നാൽ ഇത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചിക്കൻ വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിൽ നമുക്കിത് തയ്യാറാക്കാം. അതിനായിട്ട് 3 സവാള അരിഞ്ഞെടുക്കുക. അത് 2 നമുക്ക് വറുത്ത് വയ്ക്കാം. ആദ്യമേ തന്നെ ഒരു ജാറിനകത്ത് മിക്സിയുടെ ജാറിൽ നമുക്ക് ആ ചിക്കൻ 250 ഗ്രാം ചിക്കൻ അരച്ചെടുക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞ് കിട്ടും. അതിനുശേഷം അതിനകത്തേക്ക് നോക്കുക, നല്ല സോഫ്റ്റാണ്. ഇനി അതേ മിക്സിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി അതും കൂടെ ചേർത്തിട്ട് ഒന്നരയ്ക്കുക. ഒരു പച്ചമുളക് 1-2 നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. അതൊന്ന് അരച്ചെടുക്കുക. പിന്നെ ഒരു കൈപ്പിടി നിറയെ നമുക്ക് കൊറിയാണ്ടർ ലീഫ്, അതായത് മല്ലിയില, നമുക്ക് അതിനോടൊപ്പം തന്നെ അരച്ചെടുക്കാം. 1 സ്പൂൺ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ സവാളയും കൂടെ ചേർത്ത് ഒരുമിച്ച് അരച്ചെടുക്കുക. ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് അരയ്ക്കുക. ഇപ്പോൾ ഞാൻ ചേർത്തത് ചൂടാക്കിയ ബേസൻ പൗഡർ, അതായത് കടലമാവ്, അതൊന്ന് ചൂടാക്കണം. അപ്പോൾ അതിൻ്റെ കയ്പ്പ് മാറും. അതെല്ലാം കൂടെ അരച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അരച്ച് വെച്ച ചിക്കനും ഉപ്പും ചേർത്ത് ഒരുമിച്ച് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നോക്കുക, ഈ പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉരുട്ടാൻ പാകത്തിന് ഇത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു ബോളാക്കി എടുക്കാവുന്നതാണ്. ചെറിയ ചെറിയ ബോൾസ്, ഏകദേശം ഒരു 8 ബോളോളം ഇത് ലഭിക്കുന്നതാണ്. അത് തയ്യാറാക്കി ഒരു പ്ലേറ്റിൽ വയ്ക്കുക. നോക്കുക, ഇങ്ങനെ ഉരുട്ടി ബോളാക്കി തയ്യാറാക്കുക. നോക്കുക, ഇതാണ് ആ ബോൾസ്. ശേഷം ഒരു പാത്രത്തിൽ ഒരു 1/4 കപ്പ് തൈരെടുക്കുക. അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഓണിയൻ, ഫ്രൈഡ് ആക്കി വെച്ചിരിക്കുന്ന ഓണിയനില്ലേ, അതങ്ങോട്ട് ഇടുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്, അത് നമുക്ക് അരച്ചത്, അതായത് പൊടിച്ചെടുത്തതും കൂടെ ചേർത്ത് ഒരുമിച്ച് നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് ലഭിക്കും. അങ്ങനെ അത് റെഡിയാക്കി വെക്കുക. ശേഷം ഒരു പാന് അടുപ്പത്ത് വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള സ്പൈസസ് ചേർക്കുക, അതായത് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്യുക, വഴറ്റിയെടുത്തതിന് ശേഷം അതിനകത്ത് ബേസൻ ലീഫും ചേർത്തിട്ടുണ്ട്. വഴറ്റിയെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. എരിവുള്ള മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോഴേ കുറച്ച് ചൂടുവെള്ളം അതിനകത്ത് ഒഴിക്കുക. ഒരു 1/4 കപ്പ് ചൂടുവെള്ളം അതിനകത്തിട്ട് ഒഴിക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് കിടന്ന് തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരും. ആ ഒരു ഭാഗത്തിലെത്തിക്കഴിയുമ്പോഴത്തേക്കിനും നോക്കുക, തിളച്ച് നന്നായിട്ട് അതിൻ്റെ എണ്ണയൊക്കെ തെളിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ച ആ മിക്സില്ലേ, അതായത് ഫ്രൈഡ് ഓണിയനൊക്കെ അരച്ച് വെച്ച മിക്സ് അതിനകത്തേക്ക് ചേർത്ത് വീണ്ടും തിളയ്ക്കുവാൻ അനുവദിക്കുക. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഒരു സ്മെല്ല് ഈ സമയം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കിനും നോക്കുക, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കോഫ്തയിലെ ബോളാക്കി വെച്ചിരിക്കുന്ന കോഫ്ത, അത് ഓരോന്നായിട്ട് വളരെ സാവധാനം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ കോഫ്തയും മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണം. അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് മൂടി വയ്ക്കാം.
മൂടി വെച്ചിട്ട് ഇപ്പോൾ ഇളക്കാൻ പാടില്ല, മൂടി വെച്ച് വേവിക്കണം. ഒരു സൈഡ് റെഡി ആകുമ്പോൾ മറിച്ചിട്ടിട്ട് വീണ്ടും എന്ത് ചെയ്യണമെന്നറിയാമോ? ഒരു 1/4 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുവാനായിട്ടും ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് വീണ്ടും ഇതാകും. വളരെയധികം ടേസ്റ്റാണ് പാലും ഈ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കഴിയുമ്പോഴേക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ നിങ്ങൾ മറക്കരുത്. പിന്നെ ചെറിയ ഒരു പീസ് ബട്ടറും കൂടെ ചേർക്കുക. ഞാനിപ്പോൾ ചേർത്തിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡറാണ്. ഒന്നും കൂടി കളറൊന്ന് എൻഹാൻസ് ചെയ്യാനായിട്ടാണ്. ശേഷം കുറച്ച് 1/4 സ്പൂൺ ഗരം മസാലയും 2-3 പച്ചമുളകും കൊറിയാണ്ടർ ലീഫ് ഇട്ട് കൊടുക്കുക. ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. നോക്കൂ, വളരെ സ്വാദിഷ്ടവും വ്യത്യസ്തവുമായ കോഫ്ത കറി റെഡിയാണ്. ഇത് നമുക്ക് മറ്റൊരു സെർവിങ് പാത്രത്തിലേക്ക് ഇത് വിളമ്പി മാറ്റാവുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ റൈസിൻ്റെ കൂടെയോ നാനിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. വളരെ വ്യത്യസ്തമാണ്. അതേ സമയത്ത് ഈ ബോൾസ് ഉണ്ടല്ലോ വളരെയധികം സോഫ്റ്റാണ്. നമ്മൾ മറ്റ് കറികൾ, ചിക്കൻ കറികൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. നോക്കുക, ഈ കറി നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതൊരു പുതിയ ചാനലാണ്. നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഈ ബോളൊന്ന് മുറിച്ച് കാണിക്കാൻ. നോക്കൂ എത്ര സോഫ്റ്റാണെന്ന്. സോഫ്റ്റ് മാത്രമല്ല, ഇത് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. അധികം മുളക് പൊടിയൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് അത്ര എരിവുള്ള ഒരു കറിയല്ല ഇത്. എന്നാൽ എരിവ് ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെയും മുളക് പൊടിയുടെയും അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പം പരീക്ഷിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.